5-നും 5:30-നും ഇടയിൽ, അതായത് അല്പസമയത്തിനകം തന്നെ നിയുക്ത മുഖ്യമന്ത്രി ഗവർണറെ കാണുമെന്നുള്ളതാണ്. ആ ഒരു സമയം ഗവർണർ അനുവദിച്ചിരിക്കുന്നു. മന്ത്രി പട്ടിക സമർപ്പിക്കുക, ഒപ്പം തന്നെ അവകാശവാദം ഉന്നയിക്കുക എന്നുള്ളതാണ് ഇനി നടക്കാനുള്ളത്. അതുടൻ തന്നെ ഇന്ന് അപ്പു ജോൺ ജോസഫ് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നുമൊക്കെ അത് വ്യക്തമാണ്. നിരാശയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പുറത്തേക്ക് ഇറങ്ങുകയാണ് അദ്ദേഹം. ഒരുപക്ഷെ ഗവർണർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതായത് പട്ടിക പൂർത്തീകരിച്ചിരിക്കുന്നു. ലോക്ഭവനിലേക്ക് 5:30 ആകുമ്പോഴേക്കും ഗവർണറെ കാണണമെന്നായിരുന്നു നേരത്തെ കാണണമെന്ന് അവിടെ അറിയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ലോക്ഭവനിലേക്കാണോ യാത്ര എന്നാണ് അറിയേണ്ടത്. അതെ, ലോക്ഭവനിലേക്ക് എന്ന് നമുക്ക് സ്ഥിരീകരിച്ച് തന്നെ പറയാൻ കഴിയും. കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് നിയുക്ത മുഖ്യമന്ത്രി ലോക്ഭവനിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ ഇനി അടുത്തത് നടക്കാനിരിക്കുന്നത് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുക എന്നതാണ്. നാളെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാനിരിക്കെ ഇനിയിപ്പോൾ സമയമില്ല, കാത്തിരിക്കാൻ സമയമില്ല എന്നതാണ്. ഈ ഇന്നലെ മുതൽ തുടങ്ങിയ ചർച്ചകൾ അത് ഇന്ന് രാവിലെയും എല്ലാം ഉണ്ടായിരുന്നു. അല്പസമയം മുൻപാണ് അതിന് ഏകദേശം ഒരു രൂപമായത്. ഇപ്പോൾ അന്തിമ പട്ടികയുമായി നിയുക്ത മുഖ്യമന്ത്രി ലോക്ഭവനിലേക്ക് തിരിക്കുകയാണ്. അല്പസമയത്തിനകം ഗവർണറുമായി കൂടിക്കാഴ്ച. 21 മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന ആ പട്ടികയുമായി നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ലോക്ഭവനിലേക്ക് പോവുകയാണ്. സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച ശേഷം മന്ത്രിസഭാ പട്ടികയടക്കം കൈമാറിക്കൊണ്ട് നാളെ 10 മണിക്ക് സത്യപ്രതിജ്ഞ നടത്താനാണ് നിലവിൽ UDFന്റെ തീരുമാനം. അതായത് മന്ത്രിസഭാ രൂപീകരണത്തിൽ പൂർണ്ണ ചിത്രമാകുന്നു. ആ ചിത്രം എന്താണ്? ആരൊക്കെ ഇൻ, ആരൊക്കെ ഔട്ട്. നമ്മൾ കേട്ടിരുന്ന പേരുകളിൽ ആരൊക്കെ മന്ത്രിമാരാകും, ആരൊക്കെ മന്ത്രിമാരാകില്ല എന്ന ഉദ്വേഗം നിറഞ്ഞ മണിക്കൂറിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എന്തായാലും ഒരു ധാരണയായിരിക്കുന്നു. 21 മന്ത്രിസഭയിൽ 11+1 മുഖ്യമന്ത്രി അടക്കം 12 കോൺഗ്രസ് മന്ത്രിമാർ, 5 ലീഗ് മന്ത്രിമാർ, കേരള കോൺഗ്രസ് ജോസഫിനും CP ജോണിനും ഒപ്പം അനൂപിനും ഓരോ മന്ത്രിസ്ഥാനങ്ങൾ വീതം, പിന്നെ RSPക്ക് ഒരു സീറ്റ്. അങ്ങനെ 21 മന്ത്രിസഭയിൽ 21 പേരുടെ പേരുകളുമായി വി ഡി സതീശൻ ലോക്ഭവനിലേക്ക് പോവുകയാണ്. എന്തായാലും കഴിഞ്ഞ 2-3 ദിവസങ്ങൾ ഉദ്വേഗം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു, മണിക്കൂറുകളായിരുന്നു. ഓരോ നിമിഷവും മാറി മറിഞ്ഞുകൊണ്ടിരുന്ന പേരുകൾ, ഗ്രൂപ്പ് സമവാക്യങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് അവരുടെ ആളുകളെ ആ മന്ത്രിസഭയിലേക്ക് എത്തിച്ചേരാനുള്ള ഗ്രൂപ്പ് സമ്മർദ്ദങ്ങൾ, അങ്ങനെ ആ സമ്മർദ്ദങ്ങളൊക്കെ വളരെ ഡിപ്ലോമാറ്റിക്കായി പരിഹരിച്ചുകൊണ്ട് സമാവേശത്തിലെത്തിക്കൊണ്ടൊരു മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് കടക്കുന്നു. ഇതാ മന്ത്രിമാരുടെ, അതായത് നിയുക്ത മന്ത്രിമാരുടെ പേരുകളുമായി വി ഡി സതീശൻ ലോക്ഭവനിലേക്ക് പോവുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആരൊക്കെയായിരിക്കും വി ഡി ക്യാബിനറ്റിലെ ടീം അംഗങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും ഉദ്വേഗം നിറഞ്ഞ കാര്യങ്ങൾ. സ്വാഭാവികമായും KC വേണുഗോപാൽ പക്ഷത്തിന് പൂർണ്ണമായ എഡ്ജുള്ള, പൂർണ്ണമായ അപ്പർ ഹാൻഡുള്ള ഒരു മന്ത്രിസഭയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം രമേശ് ചെന്നിത്തല 2 പേര് തനിക്ക് ആഭ്യന്തരം നൽകുമ്പോൾ തന്നെ അൻവർ സാദത്തിനെയും IC ബാലകൃഷ്ണനെയും മന്ത്രിയാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. അവിടെയും ഒരു സമവായത്തിലേക്ക് എത്തുന്നു. അൻവർ സാദത്ത് മന്ത്രിയാകുന്നില്ലെങ്കിലും IC ബാലകൃഷ്ണൻ ഏറ്റവും ഒടുക്കം ടേം വ്യവസ്ഥ, സ്വാഭാവികമായി അങ്ങനെ ഏറ്റവും സീറ്റുകളുള്ള, മുന്നണിയിൽ ഏറ്റവും സീറ്റുകളുള്ള പാർട്ടികൾ അങ്ങനെ ടേം വ്യവസ്ഥകൾ കാണാറില്ല. പക്ഷേ കോൺഗ്രസിൽ, അതായത് ഈ പറഞ്ഞ UDFന്റെ നിർണായക ശക്തിയായ കോൺഗ്രസിൽ ടേം വ്യവസ്ഥ ഉണ്ടാകുന്നു. IC ബാലകൃഷ്ണനും മുഷയും തമ്മിൽ 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം പങ്കുവെക്കും. 2 പേരും വയനാട്ടിലുള്ള മന്ത്രിമാരാണ്. അതേസമയം T സിദ്ദീഖും ഏറ്റവും ഒടുക്കം IC ബാലകൃഷ്ണനോ T സിദ്ദീഖോ വയനാട്ടിൽ നിന്ന് ചോദ്യം ഉയർന്ന ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ T സിദ്ദീഖിന് അനുകൂലമായി AK ആന്റണി നിലപാട് സ്വീകരിക്കുന്നു. T സിദ്ദീഖ് മന്ത്രിസഭയിലേക്ക് ഇന്നാകുന്നു, IC ഔട്ടാകുന്നു. പിന്നീട് വളരെ വേഗത്തിൽ മാറി മറിഞ്ഞുകൊണ്ട് ടേം വ്യവസ്ഥയിൽ IC മന്ത്രിസഭയിലേക്ക് ഇന്നാകുന്നു. അങ്ങനെ ഉദ്വേഗം നിറഞ്ഞ ഓരോ നിമിഷങ്ങളും മിനിറ്റുകൾ കടന്നുപോയി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.